ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരുന്ന +1 പൊളിറ്റിക്കൽ എക്സാമിനേഷന് ചോദിക്കാവുന്ന എസ്സേ ആണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എസ്സേസ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ 16 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പം ഇതിൽ 2 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. 2 നല്ല ഈ ഒരു 5 ഏകദേശം മനസ്സിലാക്കിയ 2 നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ 2 എസ്സേക്ക് 8+8 16 മാർക്ക് ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ട എസ്സേസ് എന്ന് നോക്കാം. നമ്പർ 1, എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് വിഭാവന ചെയ്യുന്ന പ്രധാനപ്പെട്ട 6 മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ദെൻ 2, കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 73rd അമെൻമെന്റ്. 73ാം ഭേദഗതി നിലവിൽ വന്നതോടു കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം എന്നതാണ്. ആ പോയിന്റ്സ് പഠിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ 3ാമത്തത് മറ്റൊന്ന്, ഫാക്ടേഴ്സ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ ഘടകങ്ങൾ എന്തെല്ലാം. ദെൻ നെക്സ്റ്റ് വൺ, കോൺഫ്ലിക്റ്റിംഗ് ഏരിയാസ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്കിടയിലെ തർക്ക വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചോദിക്കാം. ദെൻ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റിന്റെ ചുമതലകളും അധികാരങ്ങളും വിശദീകരിക്കുക. ഓക്കെ. ദെൻ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്കുലറിസം, ഇന്ത്യൻ മതേതരത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ എന്തെല്ലാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പം സംഗതി എന്താന്ന് ആദ്യം ഒന്ന് എഴുതി ആ വിഷയം എന്താണ്, ചോദ്യത്തിന്റെ വിഷയം. ഇപ്പൊ മൗലികാവകാശം ആണെങ്കിൽ എന്താണ് മൗലികാവകാശം, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഒരു പാരഗ്രാഫായി കൊടുത്തിട്ട് മൗലിക അവകാശങ്ങൾ ഓരോന്നല്ല എല്ലാ പോയിന്റും നമ്പർ ഇട്ടിട്ട് എഴുതുക. ദെൻ 1 by 1 ആയിട്ട് എടുത്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഓരോന്നും വിശദീകരിക്കുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൊടുക്കുക. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൻ്റെ ഇടയിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഇങ്ങനെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും എസ്സേക്ക്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇടുന്ന ഓരോ വീഡിയോസും അതാത് സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.